ചേട്ടാ വെൽക്കം. നമസ്കാരം. നമസ്കാരം. കണ്ണ് സുഖമൊക്കെ മാറിയിട്ട് വന്നാൽ മതി. അല്ല കുഴപ്പം തരാം. ഇപ്പൊ ഞാൻ ചെയ്തു, അതിനുശേഷം വീണ ചെയ്യുന്നു. വീണ ചെയ്യുന്ന വീഡിയോക്ക് കൂടുതൽ വ്യൂ വന്നാൽ എനിക്ക് നാണക്കേടാവും. പക്ഷെ നീ പൈസ കൊടുത്താണെങ്കിൽ എനിക്ക് വ്യൂ ഉണ്ടാക്കും. ചേട്ടൻ ഇനി ഇതിനകത്ത് ഇനി അടുത്ത പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യം ഏതാ? നവംബറിൽ ഈ ഭാഗം മുഴുവൻ അങ്ങ് തീർക്കുകയാണ്. അതോടുകൂടി എല്ലാ ഭൂഖണ്ഡങ്ങളും സന്ദർശിച്ച് കഴിയും. ഓ മൈ ഗോഡ്, റിയലി? താങ്ക് യു. അതോടുകൂടി ഇത് തീർന്നോ? സത്യം, ഭൂമി തീരുക. അതെ, ഇനിയിപ്പം സ്പേസിലേക്ക് പോകാൻ സന്തോഷമുള്ളവരോട് വല്ലതും ചോദിച്ചിട്ട് കൂടെ വരട്ടെ. ഇതെന്താ സാധനം? ഇതെന്താ വെച്ചാൽ രാത്രിയിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാൻ വേണ്ടിട്ട് അല്ലേ? ചുമ്മാ രസം, ഒരു നല്ലൊരു ആംബിയൻസ്, ഒരു സൗണ്ട് ഉണ്ട് അതിന്. ഇതാണ് നമ്മുടെ ബൈജു ചേട്ടന്റെ വല്ലപ്പോഴും മാത്രം വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഭാര്യ. അല്ല, ഈയിടെയായിട്ട് രക്ഷയില്ലാതെ അവള് പ്രത്യക്ഷപ്പെട്ടു. ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായ ഓപ്പൺ കിച്ചൺ അല്ലേ? ഓ, അത് ശരി. അധികം കുക്കിംഗ് ഒന്നുമില്ല ഇവിടെ. ഞാൻ ചായ കാപ്പി മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഇത് ഷോയ്ക്ക് വെച്ചിരിക്കുക. എനിക്ക് ഉപ്പുമാവ്, ഉള്ളിക്കറി, രസം, ദോശ, കോവയ്ക്കാൻ മെഴുക്ക്, അതൊക്കെ ഞാൻ ഉണ്ടാക്കും. എന്റെ അമ്മേ, ഇതെന്താ വെച്ചാലേ ഈ പറഞ്ഞ നമ്മള് എല്ലാ ദിവസവും 1 മണിക്കൂറോ 1.5 മണിക്കൂറെങ്കിലും നമ്മൾ നമ്മുടെ ഒരു സ്പേസ് വേണം, സമയം വേണം. അത് വായിക്കാം, വെറുതെ ഇരിക്കാം, ചിന്തിക്കാം, എന്തും ആകാം. ബൈജു നായരുടെ വീടിന് എത്രയാണ് തുക? അല്ല, ഞാൻ കാര്യം ചെയ്യാം, അത് എന്റെ വീണയുടെ പ്രേക്ഷകർക്ക് വിടുന്നു. ഇത്ര കണ്ടു കഴിയുമ്പോ എത്രയായി എന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യട്ടെ. അപ്പൊ ശരിയായി കമന്റ് ചെയ്യുന്ന ആളുണ്ടെങ്കിലോ നമ്മൾ അത് ഡിലീറ്റ് ചെയ്യും. എങ്ങനെ ഇരിക്കണം? ഇവിടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത ചേട്ടന്റെ സുഹൃത്തുക്കളായിരിക്കാ ഈ ഏരിയയിലേക്ക്? അങ്ങനെ പറഞ്ഞ പല മുഖം മൂടികളും അത് പറയുന്നില്ല. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy. ഹലോ എവ്രിവൺ, വെൽക്കം ടു ലക്ഷറി ഹോം ടൂർ. നമ്മൾ ഇന്നുള്ളത് ഈ കാറുകളെ കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കുന്ന ഒരാളുടെ വീട്ടിലാണ്, നമ്മുടെ ബൈജു ചേട്ടൻ്റെ വീട്ടിലാണ്. അതുകൊണ്ട് ഒരുപാട് വിശേഷങ്ങളൊന്നും കൊടുക്കാതെ ഞാൻ വേഗം വീട്ടിലേക്ക് കയറി ചെല്ലട്ടെ. നമസ്കാരം. നമസ്കാരം. കണ്ണ് സുഖമൊക്കെ മാറിയിട്ട് വന്നാൽ മതി. കുറച്ചുകൂടെ നല്ലൊരു ചടി ഞാൻ പ്രതീക്ഷിച്ചു ചേട്ടാ. വീണ വന്നതിൽ സന്തോഷം. കൺഗ്രാചുലേഷൻസ് ചേട്ടാ, ഗംഭീര ഒരു വീട് സ്വന്തമാക്കിയതിൽ. അപ്പൊ നമുക്ക് എവിടെ നിന്ന് തുടങ്ങും ചേട്ടാ? നമ്മുടെ പ്ലേ ബട്ടണുകളിൽ നിന്ന് തുടങ്ങിയാലോ? ഇത് ഏത് വർഷം ചേട്ടൻ ഈ 10 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി? 10 lakh ആയിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 7 മാസം 8 മാസമായിരിക്കും. ആണല്ലേ? മൊത്തത്തിൽ യൂട്യൂബ് തുടങ്ങിയിട്ട് 3 വർഷം ആകുന്നതേ ഉള്ളൂ. ഏതായാലും ഇതാണ് ഇതിന്റെ ഒരു എന്താ പറയാ വെൽക്കമിങ് ഏരിയ. അതെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വീട് ഒരു 50% തീർന്ന അവസ്ഥയിലാണ് വാങ്ങിച്ചത്. എന്റെ ഒരു ഫ്രണ്ട് തന്നെ പണിതാണ്. എന്നിട്ട് അദ്ദേഹം അത് വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ അടുത്ത് വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ, വൈജുവിന് പരിചയമുള്ള ഫ്രണ്ട്സിനെല്ലാം വേണമെങ്കിലോ എന്ന് വെച്ചാൽ ഒന്ന് വന്ന് കണ്ടോളാൻ പറഞ്ഞു. കണ്ടിട്ട് അന്ന് വൈകിട്ട് നമ്മൾ ആലോചിച്ചു എന്നാ പിന്നെ വാങ്ങിച്ചാലോ എന്ന്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം വെച്ചാൽ ഇതിന്റെ ഒരു സ്കെലിട്ടൺ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു മോഡേൺ വീടിന്റെ സ്കെലിട്ടൺ ഉണ്ട്, ബാക്കി നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളൊരു അവസ്ഥയുള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് ഏറ്റെടുത്തതാണ്. എന്നിട്ട് ഇതിനകത്ത് ചേട്ടനെ ഏറ്റവും എൻജോയ് ചെയ്ത് നമ്മൾ ഓരോ ഏരിയയും തുടങ്ങട്ടെ. ഈ ഏരിയയിൽ ചേട്ടനെ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു സാധനം എന്താണ്? ഏതാണ്ട് ഒരു സ്കെലിട്ടനായ വീടായതുകൊണ്ട് ഒരു പൂജാമുറി ആയിട്ടില്ലായിരുന്നു. അപ്പൊ ഇതൊരു TV ഏരിയ ആയിട്ടാണല്ലോ പൊതുവെ കരുതപ്പെടുന്നത്. അപ്പൊ ആ TV അങ്ങ് മുകളിലേക്ക് കൊണ്ടുപോകാന്ന് വെച്ചു. ഇവിടെ ഇങ്ങനെ ഒരു പൂജാമുറി ചെയ്തു അല്ലേ? അപ്പൊ ഇതിങ്ങനെ നമ്മൾ അടച്ചു വെക്കും ഇടയ്ക്കൊക്കെ. അപ്പൊ ലാൽ ജോസ് ഇവിടെ വന്നപ്പോ ചോദിച്ചു, എന്താ ഇവര് ചാടിപ്പോയിരിക്കാനാണ് അടച്ചു വെക്കും. അപ്പൊ ഇതിനകത്ത് നമ്മുടെ പ്രാദേശിക ദൈവങ്ങളും എല്ലാം ഉണ്ട്. അതായത് ഭാര്യ കോട്ടയത്ത് കുമാരനെല്ലൂരുകാരിയാണ്, കുമാരനെല്ലൂർ അമ്മയുണ്ട്. പിന്നെ നമ്മള് എന്റെ നാട്ടില് മറ്റേ കൃഷ്ണനും ഗണപതിയൊക്കെ ഉള്ള അമ്പലങ്ങൾ ഉള്ളതുകൊണ്ട് അവരെയൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവരും അനുഗ്രഹം ആവശ്യമാണല്ലോ. അപ്പൊ ഇത് ഒരു ഡ്രോയിങ് റൂം ആയിട്ട് കണക്കാക്കാമെങ്കിലും നമ്മളിപ്പോ അധികം നേരം ഇവിടെ ഗസ്റ്റ് വരുമ്പോഴല്ലേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയ എന്ന് പറയുന്നത് ഡൈനിങ് ടേബിളിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നമ്മൾ ഇവിടെ അധികം ഫർണിച്ചർ ഇട്ട് അങ്ങനെ വൃത്തികേടാക്കണ്ടെന്ന് വെച്ചു. ഒരു നല്ലൊരു ഫ്രീ സ്പേസ് കിടക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പൊ ഇതിന്റെ കാര്യത്തിലാണെങ്കിൽ ഇത് ഇമ്മൂവബിൾ ആണ് ഈ ഒരു ഡൈനിങ് ടേബിള്. പിന്നെ ഈ പ്രായമുള്ള അമ്മമാരാ ഞങ്ങൾക്ക് 2 പേർക്കുള്ള, അച്ഛന്മാർ 2 പേരും മരിച്ചു. അപ്പൊ അവര് ഈ എപ്പോഴും മോളിൽ പോകുന്നത് അസാധ്യമായതിനാൽ നമ്മൾ ഒരു കുഞ്ഞു ടിവി കൂടെ അവർക്ക് കൊടുത്തു അല്ലേ? ഇങ്ങനെ പറയണേട്ടാ നമ്മൾ വിചാരിക്കും അവർ 2 പേരും ഇവിടെ തന്നെ ഉണ്ടെന്ന്. പക്ഷെ ഇല്ല, അവരെ മാസത്തിൽ ഒരിക്കലേ കൊണ്ടുവരാറുള്ളൂ. വരുള്ളൂ. ഒരു 2 ദിവസം കഴിയുമ്പോൾ തന്നെ അവിടുത്തെ വീട് ഇടിഞ്ഞു വീഴും എന്ന് പറഞ്ഞ് പോകുമല്ലോ.
പിന്നെ ഒരു മകളുള്ളതാണെങ്കിൽ ഇവിടെ ഇല്ല. അപ്പൊ പിന്നെ ഞങ്ങള് സ്വസ്ഥവും സമാധാനമായിട്ടൊക്കെ ജീവിക്കുന്നു. ചേട്ടൻ ഇനി ഇതിനകത്ത് ഇനി അടുത്ത പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യം ഏതാ ചേട്ടാ? ഇനിയിപ്പോ ഈ അടുത്ത 24th സ്പെയിനും പോർച്ചുഗലും പോവാണ്. അതിനുശേഷം നവംബറിൽ ഈ ഭാഗം മുഴുവൻ അങ്ങ് തീർക്കുകയാണ്. അതോടുകൂടി എല്ലാ ഭൂഖണ്ഡങ്ങളും സന്ദർശിച്ച് കഴിയും. ഓ മൈ ഗോഡ്, റിയലി? താങ്ക് യു. എന്റെ അമ്മേ, അതോടുകൂടി ഇത് തീർന്നോ? സത്യം, ഭൂമി തീരെ. അതെ. ഇനി എന്ത് ചെയ്യും നമ്മൾ? എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോ സ്പേസിലേക്ക് പോകാൻ വല്ല സന്തോഷമുള്ളവരോട് വല്ലതും ചോദിച്ചിട്ട് കൂടെ വരട്ടെ. എന്താല്ലേ ഇവിടുന്ന് ദുബായ് വരെ പോലും പോവാത്ത ഞാൻ ചോദിക്കുക, ഈ രാജ്യം മൊത്തം കഴിഞ്ഞു. കാശെല്ലാം കൂട്ടി വെക്കാതെ ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യണം. അങ്ങനെയാണല്ലോ ചേട്ടാ. അതൊരു അഭിമാനമായിട്ട് പറയുന്നത്. ഞാൻ ദുബായ് വരെ പോകാത്ത ഞാനെന്ന്. ഇത് കൊറേ ഫോട്ടോസ് ഉണ്ടല്ലോ, ഈ ഫോട്ടോസിലേക്ക് കൂടെ ഒന്ന് വന്നാലോ? ഫോട്ടോസ് നമ്മള് അധികവും മകളെ ചുറ്റിപ്പറ്റി അവളോട് ഇല്ലാത്തതുകൊണ്ട് കൂടെ നമ്മൾ അവളെ ഇങ്ങനെ ഓർക്കാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ അവിടെ ഒക്കെ ഇത് വേണ്ട കേട്ടോ. എന്നാലും ഇതൊക്കെ ചേട്ടനാണോ? എഴുതി വെക്കണം കേട്ടോ ഇത് ചേട്ടനാണെന്ന്. പല കാലങ്ങളിൽ പല രൂപങ്ങളിൽ ഒക്കെയാണ് കടന്നു പോകുന്നത്. ഇത്രയും സുന്ദരനായത് ഇപ്പോഴാണ് ശരിക്കും. ഓ അത് കറക്റ്റ് കേട്ടോ. ഇതെന്താ വെച്ചാൽ രാത്രിയിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ചുമ്മാ രസം, ഒരു നല്ലൊരു ആംബിയൻസ്, ഒരു സൗണ്ട് ഉണ്ട് അതിന്. പിന്നെ വെച്ചാൽ നമ്മൾ എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഈ സ്റ്റെപ്പാണ്. ഇതിന്റെ ഒരു ഭംഗി, ഒരു എന്താണ് വളരെ എലഗൻസ് ഉള്ള ഒരു സ്റ്റെപ്പ്, അതാണ് ഈ ഒരു ഭാഗം. മനസ്സിലായി. പിന്നെ 4 ബെഡ്റൂമാണ്. അതിലൊരു ആദ്യത്തെ ബെഡ്റൂം ആണ് ഇത്. ഇത് അതാണെന്ന് പറയാം. ഇത് പക്ഷേ ചേട്ടന്റെ പരിപാടികളാണോ നടക്കുന്നത്? ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ചേട്ടാ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത്? ഒരു പണിയില്ലല്ലോ വേറെ. അയ്യോടാ, നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഷൂട്ട് ചെയ്യും, അപ്ലോഡ് ചെയ്യും. പിന്നെ വെച്ചാൽ നിങ്ങളെ പോലെ എനിക്ക് വിഷയദാരിദ്ര്യം ഇല്ല, വണ്ടിയല്ലേ. അത് സത്യം. ഏതെങ്കിലുമൊക്കെ വണ്ടികളൊക്കെ വരും ചെയ്യും. ഞാനിനി ആ ഫീൽഡിലേക്ക് ഒന്ന് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കാം. വിഷയദാരിദ്ര്യം ഉണ്ട് ഞങ്ങൾക്കും. അതാ വീണൊന്നും പറയാൻ വയ്യ, ഭീഷണിയായിട്ട് ഇങ്ങനെ നിലനിൽക്കുക. ഇവിടെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഫാമിലി, ഇങ്ങനെ കുറെ കോട്ടുകൾ ഞാൻ എല്ലാ മുറിയിലും കണ്ടിരുന്നു. ഓർപ്പിക്കണല്ലോ ഇടയ്ക്ക് ഭാര്യയൊക്കെ എന്താണ് ഫാമിലി അതിനുവേണ്ടി എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നെ ശരിക്കും ബുദ്ധന്റെ ഒരു പടവും വെക്കരുതെന്നാണ് വീട്ടിൽ. കാരണം ബുദ്ധൻ ഭാര്യയെ വിട്ട് ഇറങ്ങിപ്പോയതല്ലേ. അത് പറഞ്ഞപ്പോൾ ഭാര്യ നിർബന്ധമായിട്ടും വെച്ചു, അങ്ങനെ പോകുന്നെങ്കിൽ പോട്ടെ. പിന്നെ ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒരു കോമൺ ഏരിയ അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് വെച്ചു. ഇതാണ് നമ്മൾ എക്സ്ട്രാ ഇവിടെ വാങ്ങിച്ച എല്ലാം തീർന്നു കഴിഞ്ഞ് വാങ്ങിച്ച ഒരു സോഫയാണ്, അതിന് ചേരുന്ന ഒരു സോഫ. പിന്നെ ഇവിടെ പുതിയ പൗഡർ റൂം എന്ന് പറയുന്ന ഒരു സാധനം, അതായത് ഒരു കോമൺ ടോയ്ലറ്റ്. ഇപ്പൊ അങ്ങനെ അതിനെ വിളിക്കുന്നത്. നമ്മള് പഴമക്കാർ, നമ്മളൊന്നും കേട്ടിട്ടില്ലല്ലോ. ഇതിങ്ങനെ ഒരു സാധനം, ഇതിനെ ഇപ്പൊ പുതിയ വീടുകളിൽ രാജകൊട്ടാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പൗഡർ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ. പിന്നെ ഇനിയുള്ള ഒരു ബെഡ്റൂമാ. ബെഡ്റൂം അല്ലേ? ബെഡ്റൂമിൽ നമ്മളെ ഒരു ഗസ്റ്റ് കാത്തിരിക്കുന്നുണ്ട്. വേഗം ഞാൻ വരാൻ റെഡി ആവട്ടെ. ഓ മൈ ഗോഡ്, ചേച്ചി ഇതാണ് നമ്മുടെ ബൈജു ചേട്ടന്റെ വല്ലപ്പോഴും മാത്രം വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഭാര്യ. ശരിക്കും ചേച്ചി വീഡിയോയിൽ വരാത്താണോ ചേട്ടൻ കൊണ്ടുവരാത്താണോ? ഏതാ ചേച്ചി സത്യം? എനിക്ക് മൂക്കും വലിയ താല്പര്യം ആണോ? സ്പോണ്ടേനിയസ് ആയിട്ട് എന്തെങ്കിലും ഉത്തരവൊക്കെ പറയാനൊന്നും പറ്റുന്നില്ല. സത്യം കേട്ടോ, സത്യം. ഒരു ഹോം ടൂർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇത് തഗ് ടൂറാണ്. ഈ ചേട്ടനല്ല എനിക്ക് രണ്ടുപേരും ചേരുമ്പോ. ഇതാണ് അമ്മമാർ വരുമ്പോ പൊതുവെ ഇവിടെയാണ് താമസിക്കുന്നത്. പിന്നെ ഞാൻ ഈ ഓടി നടന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ ഒരു വർക്കിംഗ് ടേബിൾ ഉണ്ട്. എവിടെ ഇരുന്നും എഡിറ്റ് ചെയ്യണം, എവിടെ ഇരുന്നും അപ്ലോഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ. പിന്നെ എന്താ ഓരോ റൂമിനും പറ്റുന്ന ഒരു തീമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കളർ തീമൊക്കെ നോക്കിയിട്ടുണ്ട് പൊതുവെ. ഇത് വാർഡ്രോബ് ആണെന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. വാർഡ്രോബാണ്. ഓ നൈസ് ആണല്ലോ. ഇതെന്താ മരമാണോ? അല്ലല്ലോ, അത് മരവും ഉണ്ട്. മരമുണ്ട്. എടി അത് ലോക്ക്ഡ് അല്ലേ, അത് തുറന്നു തരും. അതിനകത്തൊക്കെ ഞങ്ങൾ പൈസ വെക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പൂട്ടിയിടും. വീണ വരുന്ന പൈസ ഒക്കെ മാറ്റിക്കുമെന്ന് പറഞ്ഞ് രാവിലെ. ഓക്കെ, അപ്പൊ ഇതെന്താ ചേച്ചി? ഇവിടെ എന്താ ചേച്ചി ഇവിടെയൊക്കെ നിന്നാണോ മേക്കപ്പ് ചെയ്യാറുള്ളത്? അപ്പം താഴെ പിന്നെ ഉള്ളത് ഇവളുടെ വലിയ അന്ത്യാഭിലാഷം പല ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായ ഓപ്പൺ കിച്ചൺ അല്ലേ? ഓ അത് ശരി. ഇത് ചേച്ചിയുടെ ഏരിയ ആണോ അതോ ബൈജു ചേട്ടൻ ഇവിടേക്ക് കിടക്കാറുണ്ടോ? ബൈജു ചേട്ടാ അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞ് ന്യായീകരിക്കുന്നു. ഭയങ്കര ബിസിയാണ്. ഇപ്പൊ എന്താ ഞാൻ ശരിക്കും മൊറോക്കോയിൽ കൂടി 3 മാസം കുടുങ്ങിപ്പോയ സമയത്ത് ഞാൻ തീരുമാനിച്ചത് തിരിച്ചു വരുമ്പം ഇനി അടുക്കളയിലൊക്കെ സഹായിക്കും, ഇതാണെന്നൊക്കെ. ഒന്നും ഉണ്ടായില്ല. തേങ്ങ ഉണ്ടായില്ല. തേങ്ങ ഉണ്ട്, അതെല്ലാം വേണം.
പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു അക്കയുണ്ട്, നമ്മുടെ ഇപ്പൊ ആ അടുക്കള നിൽക്കുന്നുണ്ട് അക്കയാണ്. അക്കയാണ് നമ്മുടെ ആഹാര കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അടുക്കള വൃത്തികേടാക്കാൻ തന്നിട്ടുണ്ടെന്ന്. ഇനി മേളിലേക്ക് പോവാം. ചേച്ചി വേണം ചേച്ചി, കാരണം ചേച്ചിയുടെ സ്ഥാനം എന്ന് പറയുന്ന അടുക്കള മാത്രമല്ല, നമ്മുടെ വീട് മൊത്തം നമ്മുടെ സ്ഥാനമാണ് കേട്ടോ. ബൈജു ചേട്ടൻ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ് അതൊക്കെ. ഇതാണ് നിങ്ങളുടെ ഒരു എന്റർടൈൻമെന്റ് ഏരിയ. എന്റർടൈൻമെന്റ് ഏരിയയിൽ എന്തൊക്കെ എന്റർടൈൻമെന്റ് സ്ഥിരമായിട്ട് ചേട്ടന്റെ ചാനൽ തന്നെ ഇവിടെ ഇട്ട് കാണാറുണ്ട്? ആരും കാണുന്ന ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ മാത്രമല്ല കാണല്, ഇവരൊന്നും കാണുന്നില്ല. എന്റെയൊക്കെ ചാനൽ എനിക്ക് കാണാൻ ഭയങ്കര നാണോ, എന്തൊക്കെയാ ഞാനീ പറയുന്നതെന്ന്. ചേട്ടൻ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? എനിക്കുണ്ടാവാറുണ്ട്. അല്ല, ഉണ്ടാവാറുണ്ട്, ഇടയ്ക്ക് വരാറുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് തന്നെ അയ്യോ അത് വേണ്ടായിരുന്നു തോന്നുന്ന ചില സാധനങ്ങൾ വരും. വേറെ തമാശ എന്താ പറയുക, എന്റെ മോള് ഇവിടെ SH പഠിച്ചതാ. അപ്പോൾ ആരോടും പറയില്ല എന്റെ മോളാണ്. അച്ഛൻ എന്ത് ഞാൻ എന്നൊക്കെ പറഞ്ഞെങ്കിൽ വിടുകയുള്ളൂ. അവസാനം ഇവളൊരു 3 വർഷം ഇവിടെ പഠിച്ചിട്ട് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവളുടെ ഫ്രണ്ട്സ് എല്ലാവരും വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ഇവിടെ കയറി പടം കണ്ടപ്പോൾ ഇത് മറ്റേ ബൈജു എന്നല്ലേ, അവള് എന്റെ അച്ഛനാണ്. അത് വേറെ ഇവള് വേണ്ടിയിട്ടില്ല, ആരോടും പറയില്ല. ചേച്ചി ഭർത്താവിനെ കുറിച്ച് പറയാറുണ്ടോ? ഞാൻ പറയാം, എന്റെ ഭർത്താവൊക്കെ ഉണ്ട്. എന്താ ജോലിയോ രാവിലെ എവിടെയോ വരുന്ന കാണാന്നല്ലാതെ. ഇപ്പൊ എന്റെ കാര്യത്തിൽ ഞാൻ ഒരു 10-18 വർഷമെങ്കിലേ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ പോയി. ആണോ? എനിക്ക് തിയേറ്ററിൽ പോയി ക്ഷമയില്ല. ഞാൻ എപ്പോഴും പറയണം, ചക്കരമുത്ത് എന്ന് പറഞ്ഞ സിനിമ അവസാനം കണ്ട, അത് കണ്ട പലരും നിർത്തിയായിരുന്നു. Oh my God. അപ്പൊ ഇതെല്ലാം അടക്കം ഇതെല്ലാം നമ്മൾ ചെയ്യിച്ചെടുത്ത സോഫകളും ഒക്കെയാണ്. എല്ലാം ചെയ്യിച്ചെടുത്തത് നമ്മൾ ആ ഡിസൈൻ തീമില്. ഓ അടിപൊളി. അങ്ങനെ നമ്മളൊരു ബാൽക്കണിയിലേക്ക് എത്തുന്നു. ഈ ബാൽക്കണിയുടെ കാര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ ഇത് ആദ്യം കണ്ടപ്പോഴും പറഞ്ഞു നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ വന്നിരുന്നു ചായ അതൊക്കെ ഇന്ന് വരെ വന്നിട്ടില്ല. ഇതൊക്കെയോ ചേട്ടാ? ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ആർക്കിടെക്ട് ഗിഫ്റ്റ് ചെയ്തതാണോ? അല്ല, ആർക്കിടെക്ട് തന്നെ ചെയ്ത് വെച്ച സാധനമാണ്. അങ്ങനെ അത് എല്ലാം ഫൈനൽ ഡിസൈൻ ഒക്കെ കണ്ടില്ല മുകളില്. ഇപ്പൊ ഈ പറഞ്ഞ ഈ ഗ്ലാസ് ഏരിയ മുകളിൽ വരുമ്പോൾ പ്രശ്നം ഞങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കും. കണ്ടില്ലേ, ഇത് എത്ര ക്ലീൻ ചെയ്താലും പിന്നെ ഒരു മഴയൊക്കെ കഴിയുമ്പോൾ ഇതുപോലെയൊക്കെ. അപ്പൊ നിങ്ങൾ വീട് വെക്കുന്നവർ ഇത് വെക്കുമ്പോ 2 തവണ ആലോചിക്കണം, ഏതായാലും ബംഗാളികളൊക്കെ ചുറ്റുവട്ടത്തുണ്ടോ എന്ന് അന്വേഷിക്കണം, ക്ലീൻ ചെയ്യാനായിട്ട്. അവരെ വരുള്ളൂ. പിന്നെ നമ്മൾ ഈ ചെടികളും എല്ലാം വെച്ചതിനെല്ലാം ഡ്രിപ്പ് ഇറിഗേഷൻ ഒക്കെ കൊടുത്ത് നമ്മളിപ്പം. അത് ശരി, ഡ്രിപ്പ് ഇറിഗേഷൻ ഒക്കെ ഉണ്ടല്ലേ? പിന്നെ ഇസ്രായേൽ കഴിഞ്ഞ് ഇവിടെ ഉള്ളൂ. ഇതൊക്കെയോ മറ്റേ വെയിലത്തിട്ടാലും കളർ പോകാത്ത ഐക്യാണ് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ച് നമ്മളെല്ലാം കൊറിയർ ചെയ്തതാണ്. രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ ഐക്യയിൽ കടന്ന് വാങ്ങിച്ച സാധനങ്ങളാണ്. എന്നിട്ട് ഇതേ ഉള്ളതെന്നാണ് ഈ വൃത്തികെട്ട സാധനമാണ് വാങ്ങിച്ചെന്നുള്ള മറ്റില്ല ചോദ്യം. എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പറയുമെന്ന് നോക്കട്ടെ. ഐക്യ എത്ര രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചു? നമ്മൾ 2.5 ലക്ഷം രൂപയ്ക്ക് അത്രേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്നിട്ട് താഴെ ഞങ്ങൾ ചെയ്തിട്ട് ഒരു സോഫ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് മാത്രം മാറ്റി കൊച്ചിയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ 80,000 രൂപയായി. ഇത്ര സാധനത്തിന് കൂടെ 2.5 അടുത്തേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. തന്നെയല്ല, നമ്മൾ ഈ ഐക്യയുടെ ഡിസൈൻ ഭയങ്കര രസമാണ്, ശരിയാ, വളരെ യൂണീക്ക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ശരിയാണ്. അപ്പൊ ഇതാണ് മറ്റൊരു ലിവിംഗ് ഏരിയ അല്ലേ? ഇത് കുറച്ചുകൂടെ ഭയങ്കര പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയ ആണോ? അല്ല, ഇതെല്ലാം അങ്ങനെ തന്നെ, 2 പേരല്ലേ ഉള്ളൂ. അല്ല, ഇവിടെ കൂടുതലും ഫോട്ടോസ് വന്നേക്കുന്നത് ഒന്നല്ല, ഈ ഒഴിഞ്ഞ വലിയ ചുവരുകൾ വരുമ്പോ എന്തെങ്കിലും ഒരു എലമെന്റ് വരണമല്ലോ. അപ്പൊ അതിനുവേണ്ടി നമ്മള് അങ്ങനെ. പിന്നെ ഈ പറഞ്ഞ മോള് തന്നെ മെയിൻ നായിക, അവള് തന്നെ. ഇതിനകത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറയട്ടെ, ഓരോ കാലഘട്ടത്തിൽ ബൈചേട്ടൻ ഓരോ രീതിയിലിരിക്കുന്ന, ഇതൊക്കെ ഒരാൾ തന്നെയാണോ എന്ന് സംശയം തോന്നുന്നു. ഒരാൾ തന്നെ അല്ലടി, അവളുടെ കൂടെ ആണല്ലോ നിൽക്കുന്നത്. എല്ലാം ഞാൻ തന്നെയാണ്. അതായത് ഞാൻ പല കാലഘട്ടത്തിൽ ഇപ്പൊ തന്നെ മീശ ഇല്ലല്ലോ, പക്ഷെ ഇതിലൊക്കെ മീശയുണ്ട്. അതെ അതെ, എല്ലാത്തിലും. ചേട്ടൻ എപ്പോഴാ മീശ എടുക്കാൻ തീരുമാനിച്ചു? അരച്ചു തുടങ്ങിയപ്പോ. വളരെ സിമ്പിൾ. ഈ ഇങ്ങനെ സ്ഥിരമായിട്ട് മീശയുള്ള ഭർത്താക്കന്മാരെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മീശ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടോ? ചേച്ചിക്ക് എന്തായിരുന്നു അപ്പൊ അവസ്ഥ? എന്റെ അമ്മ പറയുന്നത് മീശ വെക്കാതെ വീട്ടിൽ കയറി പോരെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമായിരുന്നു. പക്ഷെ എന്താ പറയാ, ഞാനത് കളയാൻ കഴിച്ചില്ല. ഞാൻ ഈ യാത്ര ചെയ്യുമ്പോൾ എനിക്കിത് മീശ നന്നായിട്ട് വെട്ടി നിർത്തണം എന്നാ. പക്ഷെ യാത്രകൾ എപ്പോഴും ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും സമയം കിട്ടില്ല. അപ്പൊ ഞാൻ സ്വയം എന്താ ഒരു വൃത്തികേടായിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ കളഞ്ഞതാ. ഓക്കെ. ഇതിനകത്ത് ഇത് എത്ര വയസ്സുള്ള, ഏത് കാലഘട്ടമായിട്ടാ? കൊച്ചിന് 2 വയസ്സോ 1 വയസ്സോ? 10-20 വർഷം മുമ്പുള്ള 10-20 വർഷം മുമ്പാണത്. ആണോ? ഒരു വല്ലാത്തൊരു പ്രാരാബ്ധ ലുക്ക് ആയിരുന്നു. കാലമല്ലേ. പ്രാരാബ്ദം മാത്രമല്ല, നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. നൈറ്റ് ഡ്യൂട്ടി എപ്പോഴും. അതുകൊണ്ട് ഈ കണ്ണ് ഇങ്ങനെ വിളിച്ച് ഒരുമാതിരി എങ്ങനെ ഇരിക്കുന്നത്. ഇതൊക്കെ മീനാക്ഷിയുടെ പല കാലഘട്ടങ്ങൾ.
മീനാക്ഷി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടോ ഈ പുതിയ വീടൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും? ഞങ്ങളെന്താ പറയുക, ഞങ്ങളിപ്പോൾ അവൾ 1.5 വർഷമായുള്ളൂ പോയിട്ട്. 1 വർഷം ലണ്ടനിലും 6 മാസം ഇവിടെയായിരുന്നു, ഡെൻമാർക്കിൽ കോപ്പൻഹാഗനും. 1.5 വർഷത്തിൽ ഞങ്ങൾ 5 പ്രാവശ്യം അങ്ങോട്ടും, അവൾ 5 പ്രാവശ്യം ഇങ്ങോട്ടും പോകും. പൈസയൊക്കെ എവിടെ പോകുന്നു ചോദിക്കണം. ഞാൻ പറഞ്ഞു എയർലൈന് കൊടുത്ത് അത് വിസയും വേണ്ടേ, വിസയ്ക്കൊക്കെ നല്ല പൈസയാ. അവൾ അവിടെ നിന്നുകൊണ്ട് ഒന്നും മോഹനായ അപ്പൊ തന്നെ രാവിലെ പോവാണ് ഇവിടുന്ന് അങ്ങോട്ട്. അതാണ് ഇപ്പൊ വന്നതുള്ളൂ ഞങ്ങള്, കഴിഞ്ഞ 3 ദിവസമായുള്ളൂ വന്നിട്ട്. ഗ്രാജുവേഷൻ ഇതെന്താ ചേട്ടാ ഭയങ്കര വ്യത്യസ്തമായ ഒരു ഇതിപ്പോ ഞാൻ ഈ പറഞ്ഞ ഡെൻമാർക്കില് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു പള്ളിയിലച്ഛനാണ്, വട്ടപ്പറമ്പിൽ അച്ഛനും വൈഫും. ഞങ്ങൾ ഡെൻമാർക്കിൽ പോകുമ്പോൾ അവരുടെ കൂടെ താമസിക്കുന്നത്. അവർ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. അപ്പൊ അവര് ഗിഫ്റ്റ് ചെയ്തത് എന്താണ് ഞങ്ങൾക്ക് അവർക്കും മനസ്സിലായിട്ടില്ല. ഇതൊക്കെയോ ഇതൊക്കെ ഭയങ്കര ആർട്ടിസ്റ്റിക്. ഇതെല്ലാം പല രാജ്യങ്ങളാണ്. എന്റെ ഓർമ്മച്ചാണ് ഇത് അസർബൈജാനാണ്. ഇത് എവിടെ നിന്ന്? ഇത് യൂറോപ്പിൽ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് തോന്നുന്നു. ചേച്ചി വാങ്ങിച്ചാണോ? പിന്നെ അവിടെ കണ്ടില്ലേ നമ്മുടെ പല കുറെ രാജ്യങ്ങളിലും. സാധനങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ഓരോ രാജ്യങ്ങളുടെ ഓർമ്മകളാണ്. അതെ അതെല്ലാം മൊത്തത്തിൽ. അപ്പൊ ഓരോ സ്ഥലത്തും പോകുമ്പോൾ നമ്മളങ്ങനെ ഒരു സുവനീർ. ഞാൻ വേറെ ഒന്നും ഷോപ്പിങ്ങിന് പരിപാടിയൊന്നുമില്ല. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. വെൽക്കം ടു ഊട്ടി. ഈ ബെഡ്റൂമും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകും, എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനുണ്ടെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മെയിനവിയൽ എന്തായോ എന്താ. ഓക്കെ, അപ്പൊ ഈ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം മിനിമൽ പരിപാടികളേ ഉള്ളൂ. ഇപ്പൊ ഇതിന്റെ അകത്ത് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു 1-2 ഇതൊക്കെ വെച്ചു എന്നല്ലാതെ വേറെ ഒന്നും നമ്മൾ അഡീഷൻ ചെയ്തില്ല. ഡിസൈനർ ചെയ്തതാണ്. പിന്നെ നമ്മൾ ബെഡ് ഒക്കെ ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രായമായതുകൊണ്ട് ഇത്തിരി കട്ടിയുള്ള ബെഡൊക്കെ വാങ്ങിച്ചിട്ടു. നടുവൊക്കെ പ്രശ്നമാണല്ലോ, കുതിച്ചു പൊങ്ങുന്നില്ല. ഇല്ല അതൊന്നും ഇല്ല. ഒന്ന് പോകെ പിന്നെ അവിടെ കിടക്കും. അതുകൊണ്ട് അതൊക്കെ തന്നെ ഇട്ട്. പിന്നെ ഇവിടുന്ന് നമുക്കൊരു ബാൽക്കണി ഉണ്ട്. എല്ലായിടത്തും ബാൽക്കണി ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ബാൽക്കണി മുഖ്യമാണ്. ബാൽക്കണിയാണ് മുഖ്യം. മികില് ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ. ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്ത മറ്റൊരു ബാൽക്കണിയിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡെഡ് എൻഡ് റോഡിന്റെ, അതുകൊണ്ട് ആകെ 5-6 വീടേ ഉള്ളൂ. നമ്മൾ ശരിക്കും ഒരു വില്ല പ്രോജക്ട് പോലെയാണെന്ന് തോന്നും. എല്ലാ ഇൻഡിപെൻഡന്റ് വീടാണെങ്കിലും അങ്ങനെയാണ് ഫീല് കിട്ടുന്നത് അല്ലേ? പിന്നെ നമ്മൾ നമ്മുടെ ഇവിടെ വണ്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി വണ്ടി വല്ലതും ഉണ്ടെങ്കിൽ അവിടെ കയറ്റിയിടാൻ ഞങ്ങൾ പറമ്പ് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ പറമ്പില് വീട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യോ എന്തോ. എവിടെ പോയാലും നമ്മൾ ഇങ്ങനെ ഒരു ടേബിളും ചെയറും കാണുമല്ലേ? കാരണം എവിടെ ഇരുന്നാലും ചേട്ടന് പണി. മീനാക്ഷിക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ അന്ന് പഴയ അപ്പാർട്ട്മെന്റ് വാങ്ങിച്ച ഒരു ഇതാണ്, ഓർഡർ ചെയ്ത് വരുത്തിയ ഒരു സാധനം അത്. അതുപോലെ ഞാൻ ശ്രദ്ധിച്ചു ഈ വാർഡ്രോബുകളില്ലേ, ഓരോ മുറിക്കും അതിന്റേതായ കളർ തീമിലാണ് കൊടുത്തേക്കുന്നത്. അതും ഓൾറെഡി പറഞ്ഞിരുന്നോ? അതെ, നമ്മൾ അങ്ങനെ പറഞ്ഞു ഒക്കെ തന്നെ ചോദിച്ചാൽ മൊത്തത്തിൽ വൈറ്റ് തീം മതി എന്ന് വെച്ചതാണ്. ഇപ്പൊ ചേട്ടൻ പേടിക്കണ്ട, കാരണം ഈ വീടൊന്നും ഓടിയോടൊന്ന് വൃത്തികേടാക്കാനായിട്ട് ആരും ഇല്ലല്ലോ. 4 കുഞ്ഞിക്കാല് അല്ലാതെ ഇവിടെ ആരും ഇല്ല. ഇനിയിപ്പോ ഞങ്ങളുടെ കുഞ്ഞിക്കാലുകൾ കണ്ടല്ലോ അല്ലേ? ഇനി നമ്മുടെ മോളിലാണ് പ്രതീക്ഷ. പറയരുതായിരുന്നു, നമ്മള് നാച്ചുറൽ ബ്യൂട്ടിയാന്ന് കണ്ടോണ്ടിരിക്കുന്നവരെ വിചാരിച്ചത്. ഞങ്ങള് ബ്യൂട്ടി പാർലറിൽ പോകാറില്ല. ഇത് കണ്ടോ? ഇതെന്താ ചേച്ചി? ഇതൊക്കെ ഞങ്ങളുടെ മോൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാ. എന്റെ ആകെ 2 സാധനങ്ങളേ ഉള്ളൂ ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് രണ്ടുമല്ല, ഞാൻ ജീവിതത്തിൽ വേറെ ഒന്നും ഉപയോഗിക്കില്ല. ഞങ്ങൾക്ക് ഇതൊക്കെ മേടിച്ചോണ്ട് വരുന്നത്. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഓ, ഇത് കാര്യമായിട്ട്. എന്നിട്ട് ഇതൊക്കെ അമ്മയും അച്ഛനും കൂടെ ഇടാറുണ്ടോ? ഞാനിവിടെ ഇടുന്നത് എനിക്കതൊന്നും അറിയാൻ സത്യം. എനിക്ക് സത്യം ഓയിലി സ്കിന്നാണ്. എനിക്ക് ഭയങ്കര പേടി ഇത്ര സാധനം എന്തിടാനും. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓയിലി ആയി പോകും. സൺസ്ക്രീൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കണം ചേട്ടാ. ശരിയാ. ഓ, ഇനിയിപ്പോ എന്താണ്, ഇനിയിപ്പോ എങ്ങനെയെങ്കിലും 10-75 വർഷത്തോടെ ഇനി ഇത് മോളുടെ റൂമാണ്. അവളത് ഒരു വൈറ്റ് തീം മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൊത്തത്തിൽ അങ്ങ് വൈറ്റ് ആക്കി. ഈ വീടൊക്കെ പണിയുന്ന സമയത്ത് മോളിവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, പക്ഷെ ഇത് ഫസ്റ്റ് ഞങ്ങള് വന്ന് ഇതിന്റെ സ്കെലിറ്റൻ രൂപത്തിൽ കണ്ടപ്പോൾ അവളിവിടെ ഉണ്ട്. അന്ന് കണ്ടിട്ട് അവള് കുഴപ്പമില്ല നമുക്ക് വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞ് പോയതാ. പിന്നെ അവള് കൃത്യമായിട്ട് അതുപോലെ നമ്മൾ ഓരോ സോഫ ഡിസൈൻ ചെയ്തിട്ട് അയക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബോധമില്ലേ ഇതാണോ ഈ കളറാണോ അവിടെ വേണ്ടത് തിരിച്ചു വരും. പിന്നെ ഞങ്ങൾ എന്നാ വേണ്ട മാറ്റി അടുത്ത്. തീർന്നോ നമ്മുടെ വീട്? തീർന്നോ? ഫസ്റ്റ് ഫ്ലോർ തീർന്നു എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞു വിടാം വീണെ. പക്ഷെ അങ്ങനല്ല, നമ്മളുടെ സ്നേഹം വെച്ച് അങ്ങനെയല്ല. ആരെയും കാണിക്കാത്ത ഒരു റൂം കാണിക്കാം. ആണോ? അപ്പൊ ചേച്ചി വരണ്ടോ അങ്ങോട്ട്? അവളിനി വേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും ഈ ഇവിടം വരെയായിരുന്നു വീടിന്റെ ഒരു സ്കെലിറ്റൺ ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നമ്മൾ സ്വന്തമായി നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ തന്നെ പണിതാ. അപ്പൊ ഇവിടെ ഒരു മെയ്ഡ് റൂം പോലെ എപ്പോഴും നമുക്ക് എന്തായാലും ഒരു മെയ്ഡ് ഉണ്ടാവും. അത് ഇവിടെ അങ്ങനെ പണിതു.
പിന്നെ ഇവിടെ ചേട്ടൻ വളരെ കാര്യമായിട്ട് ആലോചിച്ച് മെയ്ഡിനുള്ള കണ്ണാടി വരെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സുന്ദരിമാരമായ ഞങ്ങളുടെ അക്ക നല്ല സുന്ദരിയല്ലേ, കണ്ണാടി ആവശ്യമാണല്ലോ. എന്നിട്ട് അക്ക ഇവിടെയാണോ കിടക്കണത്? അല്ല, അക്ക ഇവിടെ കിടക്കൊന്നുമില്ല. കാരണം താഴെ ഇവിടുന്ന് ഒറ്റയ്ക്ക് കിടക്കണ്ടേ, ഒരു ഇതുമായിട്ട് ക്ലോസ്ഡ് ആയി കഴിയുമ്പോഴേ, അതുകൊണ്ട് പുള്ളിക്കാരി താഴോട്ട് പോരുന്നേ. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റും പിന്നെ ഇവിടെ ഈ വാഷിംഗ് മെഷീന്റെ ഒരു ഏരിയ ഒക്കെ ഇവിടെ അങ്ങ് വെച്ചു. ഇനി ഇവിടുന്നാണ് നമ്മുടെ ഒളിത്താവളം എന്ന് പറയുന്ന സംഭവം തുടങ്ങുന്നത്. അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ ഒരു സ്റ്റെയർ കേസ് ലാൻഡിങ് ഇവിടെ ആണ് നമ്മളൊരു 10 kV സോളാർ വെച്ചേക്കുന്നത് ഇവിടെയാണല്ലേ. 10 kV സോളാർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലാവിഷായിട്ട് നമുക്ക് AC ഒക്കെ ഇട്ടിരിക്കാം. എത്ര AC ഉണ്ട്? 9 AC ഉണ്ട്. 9 AC നമ്മൾ ഒരുമിച്ചൊക്കെ ഇടാറുണ്ടോ? അങ്ങനെ ഒരുമിച്ച് ഇടാറില്ല, എന്നാൽ പോലും ചില സമയത്തൊക്കെ ഒത്തിരി ആളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ വെൽക്കം ടു ഒളിത്താവളം. എന്റെ അമ്മേ, ഇതെന്താ? ഇതെന്താ വെച്ചാലേ, ഈ പറഞ്ഞ പോലെ നമ്മള് എൻ്റെ അടുത്ത് ആദ്യം പണ്ട് മറ്റേ മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടർ വീരേന്ദ്രകുമാർ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ തിരക്ക് നമ്മളുണ്ടാക്കുന്ന, നമ്മുടെ തിരക്കെന്ന് പറയുന്നത് ഒരാൾക്കും അങ്ങനെ അവനവന് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയൊന്നും ഇല്ല. എല്ലാ ദിവസവും 1 മണിക്കൂറോ 1.5 മണിക്കൂറെങ്കിലും നമ്മൾ നമ്മുടെ ഒരു സ്പേസ് വേണം, അത് സമയം വേണം. അത് വായിക്കാം, വെറുതെ ഇരിക്കാം, ചിന്തിക്കാം, എന്തും ആകാം. അങ്ങനെ സ്പേസ് ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ ദിവസവും വരുന്നില്ലെങ്കിലും പറ്റുമ്പോൾ അങ്ങനെ വന്ന് ഇരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ വേറെ ഒന്നും നടക്കും, ചിന്തയൊന്നും നടക്കാറില്ല. വേറെ കോട്ടയത്തൊക്കെ അങ്ങനെയല്ല, നമ്മുടെ കോട്ടയത്തൊക്കെയുള്ള ഫ്രണ്ട്സൊക്കെ വരുമ്പോ താഴെ ഒന്നും ഇരിക്കുക പോലും ഇല്ല, വാ മോളിപ്പോ നേരെ മുകളിലേക്കല്ലേ പോരുള്ളൂ, കോട്ടയക്കാരാണല്ലോ. രാത്രി പകലും ഒന്നും അറിയുന്നില്ല, ഒന്നും അറിയാല്ല ഇവിടെ. ഇത് മറ്റേ തോരണമൊക്കെ ഇട്ട് അമ്പലപ്പറമ്പിലെ പോലത്തെ ഒരു അതെന്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം വന്ന് ചെയ്തിട്ട് പോയതാ. ഈ അമ്പലപ്പറമ്പിലെ തോരണ ഇട്ട ഫ്രണ്ട് ചോദിച്ചോ, കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, പുതിയ വീടൊക്കെ അല്ല, തിളങ്ങട്ടെന്നും പറഞ്ഞിട്ടതാ. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ലണ്ടനിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇവിടെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ചില ഭംഗിയുള്ള ബൾബ് വാങ്ങിച്ചിട്ടുണ്ട്. അതിനിപ്പോ ഇത് മാറ്റി അതിൽ നമ്മള് പഴയ അപ്പാർട്ട്മെന്റിലായിരുന്നപ്പോൾ നമുക്ക് പുസ്തകങ്ങളൊക്കെ വെക്കാൻ സ്ഥലം വളരെ കുറവായിരുന്നു. പുസ്തകങ്ങൾ ഞാൻ എല്ലാ മാസവും ഒരു മിനിമം 10 പുസ്തകം വാങ്ങിക്കും. അവസാനം പുസ്തകം വാങ്ങിക്കാൻ പേടി, അത് വെക്കാൻ സ്ഥലമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒന്നുമില്ല. കളക്ഷൻ എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ വലിയ അങ്ങനെയായി. ഇപ്പൊ ഇങ്ങനെയുള്ള ക്യൂരിയോസ് അല്ലാതെ ചേട്ടൻ വിദേശത്ത് പോയി വാങ്ങിച്ച ഒരു സാധനം എന്താണ്? ഇപ്പൊ വേണമെങ്കിൽ പറയാം, അവിടെ ഇരിക്കുന്ന ഒരു സാധനം കണ്ടോ, ഒരു വേസ്റ്റ് ബിൻ എന്ന് പറയുന്നത് ശരിക്കും വേസ്റ്റ് ബിൻ അല്ലത്. അത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ലെതർ എന്ന് പറയുന്ന ഫ്ലോറൻസിലെ, ഇറ്റലിയിലെ. ഇത് ഞാൻ ഫ്ലോറൻസിൽ നിന്ന് വാങ്ങിച്ചത്. ഫുൾ ലെതറായത്, ഒറിജിനൽ ലെതറായത്. എക്സ്പെൻസീവ് ആണ്, പക്ഷെ കുറെ പഴയതായി. പിന്നെ ഇതിന് ചേരുന്നതുകൊണ്ട് ഞാൻ അത് അവിടെ വെച്ചതേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചത്. ഇത് ശരിക്കും ഒരു പൂക്കളൊക്കെ വെക്കാം, ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടൊക്കെ വെക്കാവുന്ന. അല്ല, അങ്ങനെയൊക്കെ വെച്ചിരുന്ന ഒരു കാലത്ത്. പിന്നെ എല്ലാത്തിനും ഒരു മോശം കാലം വരുമല്ലോ, അങ്ങനെ വേസ്റ്റ് ബിൻ ആയതാ. ഇവിടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത ചേട്ടന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാ ഈ ഏരിയയിലേക്ക്? അങ്ങനെ പറഞ്ഞ പല മുഖംമൂടികളും അത് പറയുന്നില്ല. പക്ഷെ എന്തായാലും ഈ പറഞ്ഞല്ല, വലിയ കുടിയന്മാരൊന്നും അല്ല ആരും. നമ്മുടെ എല്ലാവരുടെ കൂടുമ്പോൾ 2 എണ്ണം. ഞാനും എല്ലാ ദിവസവും മദ്യപിക്കുന്ന ആളൊന്നും അല്ല. പക്ഷെ മദ്യപിക്കണം തോന്നിയാൽ നമുക്കൊരു സ്പേസ് വേണം, അതേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മളൊരു ബാറിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ബാറിലൊന്നും പോയി അടിക്കണ്ടല്ലോ, നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടൊരു സ്പേസും. പിന്നെ ഇവിടെ അലക്സയൊക്കെ വെച്ചിട്ടുണ്ട്, പാട്ടൊക്കെ കേട്ട് അങ്ങനെ അടിക്കാം. പിന്നെ ഇത്തരം സാധനങ്ങളൊക്കെ മോള് UK നിന്ന് കൊണ്ടുവന്നതാണ്, ഈ ഒരു ബാറുമായി ബന്ധപ്പെട്ട ചില പോസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ. അപ്പൊ ഇരിക്കല്ലേ ഞാൻ ആദ്യമായിട്ട് എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ വീണ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഓർമ്മയുണ്ടോ, ഫസ്റ്റ് വാചകം ഐസ് ബ്രേക്കിംഗ് വിത്ത് വീണ. ഐസ് ഉണ്ടല്ലോ, സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് ഞാൻ അറിഞ്ഞില്ല ഇത്രയും വലിയ കളക്ഷൻ വെച്ചിട്ടായിരുന്നു പറഞ്ഞ. ഇല്ല, ഇതൊക്കെ ഇപ്പൊ തുടങ്ങിയതാ. വാങ്ങിച്ചു വെക്കുന്ന പതിവ് പൊതുവെ ഇല്ലായിരുന്നു. പക്ഷെ ഇതൊക്കെ കാലിയാന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത് ഞാൻ പ്രത്യേകം പറയാൻ കാര്യം, ഇല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും വിളിച്ചു എക്സസൈസിൽ കുറെ കുപ്പി അവിടെ ഇരുന്നുണ്ട്, അളവിൽ കൂടുതൽ കുപ്പി. സത്യമായിട്ട് എന്നത് ഒന്നുമില്ല, ഞാൻ ആദ്യം ഇവിടെ കയറി ഇതൊക്കെ നോക്കിയായിരുന്നു, ഒന്നുമില്ല. ആകെ 1-2 കുപ്പിയിലേ ഉള്ളൂ. അതെ. ഈ ബെറ്റർ ടുഗദർ ഒക്കെ ഒരു യങ് വൈബാണല്ലോ ചേട്ടാ പിടിച്ചേക്കുന്നത്. നമ്മുടെ ഒരു പ്രായത്തിന് പറ്റുന്ന രീതിയിലുള്ള. അത് തെളിയുന്നായിരുന്നു, പക്ഷെ അത് ചൈനന്ന് വന്നാന്ന് തോന്നുന്നു. ഇപ്പൊ തെളിയുന്നില്ല, അത് മാറ്റി വെക്കണം. അത് ഞാൻ ഇവിടെ പലർക്കും ശ്രമിച്ചായിരുന്നു. തെളിയുന്നില്ല, തെളിഞ്ഞോണ്ടിരുന്ന. ഇതൊരു ഗ്ലാസ് പാർട്ടീഷൻ ആണല്ലേ? അതെ. ഇതിന്റെ ഇടയിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ പുറത്ത് റോഡ് സൈഡ് കാണാം, റോഡിൽ എന്താ നടക്കുന്നതെന്ന് കാണാം. പിന്നെ നമ്മൾ അതങ്ങനെ ക്ലോസ് ചെയ്തിട്ടെന്ന് വെച്ചാലേ, ഇത് ഒരു ബാറൊക്കെ ഉള്ള സ്ഥലമല്ലേ. അപ്പൊ ഈ ആരെങ്കിലും 2 അടിച്ചിട്ട് സിഗരറ്റ് വലിക്കാന്ന് വെച്ചാൽ അവിടെ ചെന്ന് റെയിലിംഗ് ഒന്നുമില്ല, താഴെ പോകും. അതുകൊണ്ടാണ് ക്ലോസ് ചെയ്തിട്ടത്.
പിന്നെ ഈ സോഫയൊക്കെയാണ് ഞങ്ങളുടെ പഴയ സോഫകൾ ഞങ്ങൾ ഒന്ന് ശരിയാക്കി എടുത്താ, മോഡിഫൈ ചെയ്താ. ഇത് ശരിക്കും ഇതൊരു വേറൊരു നിറമായിരുന്നു. പിന്നെ റെഡ് ഒക്കെ നമ്മൾ പിന്നെ മാറ്റിയെടുത്ത നിറമാണ്. അങ്ങനെ മൊത്തത്തിൽ കളർഫുൾ ആക്കിയെടുത്തു. മനസ്സിലായി. ചേട്ടന്റെ ആദ്യത്തെ ഫ്ലാറ്റ് എന്തോരം ഉണ്ടായിരുന്നു? ആദ്യത്തെ ഫ്ലാറ്റ് ഏതാണ്ട് ഈ ഒരു ഫ്ലോറിന് എത്ര ഉള്ളൂ. ഇത് എത്ര? 1000? ഇതാണ് 1400 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അത്രയുള്ള ആ ഫ്ലാറ്റ് ആയിരുന്നു ഇത്രയും കാലം നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. 13 വർഷം അവിടെ ആയിരുന്നു. അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ അവിടെ എവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരുന്നത്? അതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാകാത്തത്. പക്ഷെ അതിനകത്ത് നമ്മള് കുറെ സാധനങ്ങൾ ഇപ്പൊ വാങ്ങിച്ചാണല്ലോ, എങ്കിലും നല്ല തിക്കായിരുന്നു അതിനകത്ത് മുറികളിലൊക്കെ. പിന്നെ പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഒരു 10,000 സ്ക്വയർ ഫീറ്റിനടുത്ത് ബാൽക്കണി ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഫ്ലോർ ആയിരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബ്രീത്തിങ് സ്പേസ് ഉള്ള അപ്പാർട്ട്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എങ്കിലും ബുദ്ധിമുട്ടായിരുന്നു, ഈ ആരെങ്കിലുമൊക്കെ വരുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഓരോ കാലഘട്ടത്തിൽ നമുക്ക് പറ്റുന്ന രീതിയിലല്ലേ. ഇപ്പം ഞാൻ മാതൃഭൂമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ശമ്പളം 750 രൂപയുള്ളൂ. അത് ഏത് വർഷമായിരുന്നു? അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ എൻ്റെ പ്രായം അറിയും. സുമാർ 94 ഞാൻ ജോയിൻ ചെയ്യുന്നത്. അന്ന് ട്രെയിനിങ് ആയിട്ട് കയറുമ്പോൾ 750 രൂപ അന്നൊക്കെ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഇയറിൽ 1250 രൂപയായി. അങ്ങനെ തുടങ്ങിയ ജീവിതമല്ലേ. അപ്പം അന്നൊക്കെ എന്താ, അന്നും ഈ പറഞ്ഞ പോലെ ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞ നല്ല ഞാനൊരു സിംഗിൾ റൂം ലോഡ്ജ് താമസിച്ച് 450 രൂപ റെൻ്റുണ്ട്. പിന്നെ നമ്മൾ വേറെ മാതൃഭൂമിയുടെ മറ്റു അപ്ലിക്കേഷനിലൊക്കെ എഴുതി അതിൽ നിന്നുള്ള പൈസ കൊണ്ടൊക്കെയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ പറ്റുന്ന രീതിയിൽ നമ്മൾ പണ്ട് മാരുതി 800 സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ച് ഇപ്പം നമ്മൾ പുതിയ വണ്ടി വാങ്ങിക്കുന്നു. അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കണല്ലോ. അങ്ങനെ ഈ 10-30 വയസ്സായപ്പോൾ ഇങ്ങനെയായി. വെറും 30 വയസ്സ് കേട്ടോ, പാവം. ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന പ്രായമാണ് കേട്ടോ. അല്ലെ, ഞാൻ ഇനി ഒരു സത്യം ചോദിച്ചാൽ ചേട്ടൻ സത്യസന്ധമായിട്ട് മറുപടി പറയൂ? ചോദിക്കട്ടെ, ഈ വീടിന് മൊത്തം എത്ര രൂപയായി? അങ്ങനെ പറയാൻ പറ്റില്ല. ബൈജു നായരുടെ വീടിന് എത്രയാണ് തുക? അല്ല, ഞാൻ കാര്യം ചെയ്യാം, അത് എൻ്റെ വീണയുടെ പ്രേക്ഷകർക്ക് വിടുന്നു. ഇത്ര കണ്ടു കഴിയുമ്പോൾ എത്രയായി എന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യട്ടെ. അപ്പൊ ശരിയായ കമന്റ് ചെയ്യുന്ന ആളുണ്ടെങ്കിലോ നമ്മൾ അത് ഡിലീറ്റ് ചെയ്യും. പോരെ, ആ കമന്റ് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ല, വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പൊ ഈ വീടിന്റെ ഈ ഒരു എന്താ പറയുക, ഇതിനൊരു സ്കെൽട്ടൺ രീതി വാങ്ങിച്ചല്ലോ, അതിനുശേഷം സത്യം പറഞ്ഞാൽ താഴെയൊക്കെ ഉള്ളൊന്നും അങ്ങനെ വലിയ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ. അങ്ങനെ വലിയ ഓവറായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ട് ഒന്നുമില്ല. നമ്മൾ ഈ സോഫകളുടെ പൈസയും അതൊക്കെ ഉള്ളൂ, അല്ലാതെ അങ്ങനെ അഡീഷണൽ ഒത്തിരി പൈസ. ഈ റൂമിനാണ് എനിക്ക് കുറച്ചെങ്കിലും ഒക്കെ പൈസ ആയത്. കാരണം ഇതിന്റെ ഈ വുഡൻ ഫ്ലോർ, അതുപോലെ ഇത് നമ്മൾ ഈ ചൂട് കുറയ്ക്കാൻ വേണ്ടി കുറച്ചൊരു തെർമൽ ഫോം ഇതിൻ്റെ അകത്തിട്ട് ഫില്ല് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ചൂട് ഭയങ്കര ചൂട്, എ സി ഇട്ടാൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് ഒഴിച്ചു നിർത്തിയാൽ അങ്ങനെ ഓവറായിട്ട് ഞാൻ പൈസ ഒന്നും ഇതിൻ്റെ അത് ചിലവാക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ എറണാകുളത്ത് സ്ഥലം വാങ്ങിക്കുന്നതിൻ്റെ ഒക്കെ ഒരു പൈസയൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഇനിയിപ്പം ഒന്നും വാങ്ങിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഇനിയുള്ള കാലം ഇവിടെ ഇനി കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് വേറെ ഹോം ടൂർ നിങ്ങൾക്ക് കാണാം, വാഗമൺ. അതൊക്കെ ചെറിയ വീട്, ചെറിയ വീട് ഞങ്ങളുടെ. അല്ല, നമ്മുടെ ഈ ആഗ്രഹങ്ങൾ. ഞാൻ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വലിയ പണക്കാരൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ഇതൊക്കെ എങ്ങനെ വൈജു സാധിക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് 100% ഉറപ്പാണ് നിങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ടിൽ ഒരു 50 കോടി രൂപ കാണും. ഇല്ലെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു 50 ഇല്ലെങ്കിലും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഞാൻ തായ്ലൻഡിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ 1 രൂപ പോലും കയ്യില്ലാത്ത കാലത്തായിരുന്നു എൻ്റെ യാത്രകൾ. അതായത് ടിക്കറ്റ് എടുക്കുന്നു, വിദേശത്ത് പോയി തിരിച്ചു വരാനുള്ള ഒരു 10,000 രൂപയാണ്, ആ 10,000 രൂപ മാത്രമായിട്ട് പോകുന്നു. അവിടെ വെച്ച് ഒരു പൈസയും കയ്യില്ലാത്ത അവസ്ഥയിൽ ഓഫീസിൽ വിളിച്ച് എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ അക്കൗണ്ടിൽ? ഒന്നും ഇല്ലല്ലോ ചേട്ടാ, എല്ലാം കാലിയാന്ന് പറയുന്നു. എന്നാൽ എവിടെ നിന്ന് കടം വാങ്ങിച്ച് 2,000 രൂപ ഇട്ട് തരാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ യാത്ര ചെയ്താണ് ഞാൻ. ഒരു പൈസ ഇല്ലാതെ, വെള്ളം കുടിക്കാനില്ലാതെ ഞാൻ ലണ്ടനിൽ കഷ്ടപ്പെട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ ആഗ്രഹമായിരുന്നു യാത്ര ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആഗ്രഹങ്ങളെല്ലാം തീർത്ത് വന്നുകൊണ്ടാണ്. ഇപ്പം വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കൊരു ഹൈ റേഞ്ചിൽ ഒരു ചെറിയ വില്ല. അതിനുവേണ്ടി പറ്റുന്ന സമയത്ത് സ്ഥലം വാങ്ങിച്ചിട്ടു. അതിനുശേഷം ഇപ്പോൾ ഒരു ചെറിയ വില്ല പണിയുന്നു. അങ്ങനെയല്ലാതെ ആ പൈസ കൊണ്ട് വേണം ബാങ്കിൽ ഇട്ട് ജീവിക്കാം. ബാങ്കിലൊന്നും ഒന്നുമില്ല, സത്യം ഒരു പൈസ ഇല്ല എൻ്റെ ബാങ്കിൽ. എല്ലാവരുടെ ഒരു ചോദ്യം വരില്ലേ, ഒരു യൂട്യൂബറൊക്കെ എങ്ങനെ ഇത്രമാത്രം പൈസ ഉണ്ടാവുന്നു? ഇങ്ങനെ പല പല വീടുകൾ, പല പല കാറുകൾ വാങ്ങാനുള്ള പൈസ എവിടെ നിന്നുണ്ടാകുന്നു? അതന്നെ ഞാൻ പറഞ്ഞത്. എല്ലാവരും ബാങ്കിൽ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് നമ്മുടെ ആഗ്രഹം തീർക്കുന്നു. ഇപ്പോൾ ഈ BMW വാങ്ങിച്ചു. BMW വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല സത്യം പറയാം. 2 സീറ്റർ സ്പോർട്സ് കാർ എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രാക്ടിക്കൽ വണ്ടിയൊന്നുമല്ല. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നത്, അത് ഞാൻ വാങ്ങിച്ചു. ആ പൈസ വേണം ബാങ്കിൽ ഇടായിരുന്നു. പിന്നെ ഞാൻ മോളെ ഇപ്പോൾ വിദേശത്തൊക്കെ വിട്ട് പഠിപ്പിച്ച് ഞാൻ ലോണൊന്നും എടുത്തില്ല. ഞാൻ എല്ലാ പൈസ ഞാൻ അപ്പം ഉണ്ടാകുന്ന പൈസ കൊടുത്തും അങ്ങനെയൊക്കെ തന്നെയാണ് അത് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അവസാനം ഈ പറഞ്ഞ പോലെ എല്ലാവരും മലയാളികളുടെ പൊതുവെ കരുതുന്നു നമ്മുടെ ബാങ്കിൽ ഒത്തിരി പൈസ വേണം, എല്ലാം കഴിഞ്ഞ് കണ്ണടയുന്നതിന് മുമ്പ് നമ്മൾ ആരെ ആശ്രയിക്കരുതെന്നൊക്കെ പറയുന്നു. എന്ന് പറഞ്ഞ പോലെ സൂക്ഷിക്കാനായിട്ട് ഇതൊന്നും പറ്റില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ഇപ്പം യൂട്യൂബൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സാമ്പത്തികമായിട്ട് സ്വാതന്ത്ര്യം വന്നത്. സത്യമാണ്. അതുവരെ നമ്മൾ ജീവിച്ചു പോകുന്നു എന്നല്ലാതെ, മോശമായിട്ടല്ല, നന്നായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. എന്നാൽ പോലും വേറൊന്നുമില്ല. ഇപ്പം നമുക്കൊരു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയൊക്കെ ദൈവം സഹായിച്ച് ഇപ്പോൾ ഉണ്ട്. ഇനി മുന്നോട്ട് അറിയാൻ പറ്റില്ല. അപ്പം ഇപ്പോൾ ഉള്ള ആഗ്രഹം കൂടെ തീർത്തേക്കാം. ചേട്ടാ, ഇനി യങ് ഓട്ടോ എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ ഓട്ടോ ജേർണലിസ്റ്റുകളായിട്ട് വളർന്നു വരാൻ, യൂട്യൂബേഴ്സായിട്ട് വരാൻ ആഗ്രഹമുള്ളവർക്ക് ചേട്ടൻ എന്ത് ഉപദേശം കൊടുക്കും ചേട്ടാ? ഈ ഉപദേശം എന്ന് വെച്ചാലേ സത്യസന്ധത വേണം.
അതായത് നമ്മൾ ചെയ്യുന്ന കാര്യത്തോടുള്ള സത്യസന്ധത, അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വണ്ടിയുടെ റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ അത് വാങ്ങിക്കാൻ പോകുന്ന ഒരു 10 പേരെങ്കിൽ 10 പേര് അവർ 10-15 ലക്ഷം രൂപ എന്നെ വിശ്വസിച്ചായിരിക്കും ആ വണ്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു വളരെ മോശമായുള്ള വണ്ടിയെ പറ്റി നല്ലത് പറഞ്ഞ് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന അത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല പൊതുവേ. ഞാൻ ഇഷ്ടംപോലെ പ്രൊമോഷൻ ചെയ്യാറുണ്ട്, പക്ഷേ ഒരിക്കലും പൈസ വാങ്ങിച്ച് വണ്ടിയുടെ ഒരു കാര്യവും ഞാൻ ഇതുവരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. വണ്ടി കൊള്ളാം എന്ന് പറയാം, നിങ്ങൾ പൈസ എന്ന് പറഞ്ഞ് ഇന്ന് വരെ ചെയ്തിട്ടില്ല. കാരണം അതൊരിക്കലും ചെയ്തത് ആ ഒരു സത്യസന്ധത കാണിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഈ ആൾക്കാരെപ്പോഴും വണ്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു ക്രെഡിബിലിറ്റിയാണ്. ഇത് പറയുന്ന ഈ വണ്ടി കൊള്ളാമെന്ന് പറയുന്നത് നിനക്ക് എന്താണെന്ന് പറയാൻ യോഗ്യത എന്നൊരു ചോദ്യമാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെൽ സ്റ്റഡീഡ് ആയിരിക്കണം, കാര്യങ്ങളെ പറ്റി പഠിച്ച് മനസ്സിലാക്കി നന്നായിട്ട് വീഡിയോ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് 1000 പേര് ചെയ്താൽ 5 പേരായിരിക്കും രക്ഷപ്പെടാൻ പോകുന്നത്, അത് നാച്ചുറലി അല്ലേ? പക്ഷേ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ യൂട്യൂബ് എറ തീർന്നു, യൂട്യൂബിന്റെ ഒക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞ് അടുത്ത ലൈനിലേക്ക് മാറിക്കോളൂ എന്നുള്ള ഒരു തോട്ട് ചേട്ടനുണ്ടോ? ഇതുവരെ അങ്ങനെയില്ല, ഇതുവരെ വലിയ കുഴപ്പമില്ല പോകുന്നുണ്ട്. പക്ഷേ എന്തായാലും മാറ്റം വരും. ഇപ്പം ഞാൻ എൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ ആദ്യം മാതൃഭൂമിയിൽ ഒരു സാധാരണ ജേർണലിസ്റ്റ് ആയിട്ട് വന്നു. പിന്നെ അതിനുശേഷം ചാനലുകൾ സ്ട്രോങ് ആയ സമയത്ത് ചാനലിൽ പ്രോഗ്രാം ചെയ്തു. അതിനുശേഷം യൂട്യൂബ് വന്നപ്പോൾ യൂട്യൂബിലെത്തി. ഇതിന് ശേഷം ഇനി എന്താ വരുന്നത് എന്ന് ചോദിച്ചാൽ അതിലേക്ക് അന്നേരം നമുക്ക് പറ്റുന്നതാണെങ്കിൽ മാറാം. പക്ഷെ ഉണ്ടോ? ഒന്നുമില്ല. ഇല്ല അല്ലേ? മാറ്റം മാറണം കേട്ടോ. എനിക്കുമില്ല, നമുക്ക് ഒരുമിച്ച് നടക്കാം. നമുക്ക് കരഞ്ഞോണ്ട് പോകുന്നു. അപ്പൊ ഏതായാലും ചേട്ടൻ്റെ ഈ വളരെ സ്വീറ്റ് ഹോം ക്യൂട്ട് ഹോം, പക്ഷെ ഭയങ്കര എന്താ പറയാ, പിന്നെന്താ പറയാ, പോസിറ്റിവിറ്റി ഉണ്ടോ? കറക്റ്റ്, ഭയങ്കര പോസിറ്റീവ് വൈബ്സ് വരുന്ന ഒരു വീട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു കുറെ കൂടെ ഈ കുറെ വൈറ്റ് തീമും കൂടെ പിടിച്ചേക്കുന്നോണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഭയങ്കര കാമായിട്ടുള്ള നമുക്ക് വളരെ സമാധാനപരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു വീട്. ആ സന്തോഷവും സമാധാനവും ഒക്കെ എല്ലാ കാലത്തും ചേട്ടന്റെ വീട്ടിൽ ഉണ്ടാകട്ടെ. ഇനി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ താഴെ പോയി ചേച്ചിയുടെ ബിരിയാണി കഴിക്കട്ടെ. അപ്പൊ എന്തായാലും എല്ലാവരോടും ഒരു താങ്ക്സ് പറയട്ടെ. എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ വീണ സ്വതന്ത്രമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആദ്യ കാലത്ത് വിളിച്ച ഒരാളായിരിക്കും ഞാൻ. അന്ന് ഞാൻ കാര്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചു, വീണ ആരുടെയും കീഴിൽ നിൽക്കരുത്, സ്വന്തമായിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അതിൽ വീണ വിജയിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു കേട്ടോ. അപ്പൊ ഇനി മുന്നോട്ട് ഗംഭീരമായിട്ട് പോട്ടെ. അപ്പൊ ഇനി വാഗമണിലെ നമ്മുടെ വില്ല പണിയുമ്പോൾ അവിടെ വന്ന് ഹോം ടൂർ ചെയ്യാൻ വരുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഞാൻ വരും. അന്ന് ഇതുപോലെ ഫോൺ എടുക്കാതിരിക്കണം കേട്ടോ ചേട്ടാ, ആദ്യത്തെ ഒരു മാസം. ഞാനും ആസിഫ് അലി അങ്ങനെയാ. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy.